ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു നൈറ്റ് വീഡിയോ കേട്ടോ. ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണേ. കട്ടപ്പനയ്ക്ക് തന്നെ പോണേ. കട്ടപ്പനയിൽ വിശാൽ മാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം നാളായതൊന്നുമല്ല, അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഏട്ടന് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് റെഡിയായി പിന്നെയും പോകുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇത്രയും ലേറ്റ് ആയത്. ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. കട അടച്ചിട്ടാണ് വന്നത്. കട അടച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ മാർക്കറ്റിലൊക്കെ ഈ ബംഗാളികളുടെ തിരക്കുണ്ടായിരുന്നു. ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഈ കോംപ്ലക്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ തിരക്കുണ്ടായിരുന്നേ. നൈറ്റ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല, എന്നാൽ അത്യാവശ്യം ആൾക്കാരുണ്ട് താനും. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ബോർഡ് കാണാൻ പറ്റുന്നില്ല അല്ലേ? അതിപ്പോൾ ഞാനിപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. ബ്ലറായി പോയി നിൽക്കുമായിരുന്നു. പിന്നെ മെയിനായിട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞിന് ഷോപ്പിങ്ങിനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ അംഗൻവാടി വിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവൾക്ക് കുടയും മഴക്കാലമാണല്ലോ. അപ്പം മഴക്കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ മഴക്കാലം സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ടൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ട്. 3 മണി 4 മണി സമയമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒരു കുട വാങ്ങിക്കണം, പിന്നെ ബാഗ് വാങ്ങിക്കണം, പിന്നെ അവൾക്ക് ചെറിയ സ്നാക്സൊക്കെ കൊടുത്തു വിടണമെന്നും ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ബോക്സ് വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് ഉദ്ദേശങ്ങളൊക്കെ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന സെക്ഷൻ ചെരുപ്പ്, ബാഗ്, കുട അങ്ങനെയുള്ള ഒരു സെക്ഷനിലേക്കാണ്. അപ്പോൾ മോൾക്ക് ബാഗ് വാങ്ങിക്കുന്നില്ല. ബാഗ് ഓൾറെഡി ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അത് തന്നെയാണ് കൊടുത്തു വിടുന്നത്. പിന്നെ ഇത് ടോയ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടോയ്സിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ സ്റ്റേഷനറി. അപ്പോൾ ഞാൻ ബോക്സ് ഒരെണ്ണം നോക്കാമെന്ന് ഓർത്തു കേട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല, എന്നാലും ഇപ്പം ബോക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല. എങ്കിലും ഒരെണ്ണം നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയതല്ലേ, അങ്ങനെ ഒരു ചെറിയൊരു ഇൻസ്റ്റൻറ്റ് ബോക്സ് അല്ല കേട്ടോ, അല്ലാത്ത സാധാ ഒരു ബോക്സ്. എഴുതാനൊന്നും തുടങ്ങില്ലല്ലോ, ഇപ്പോൾ ഉടനെ ഒന്നും എഴുതിക്കില്ല, എന്നാലും കൽവെൻസിലോ എന്തെങ്കിലുമൊക്കെ ഇടാലോ എന്ന് വിചാരിച്ച് നല്ലത് നോക്കി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്ഷനിൽ വെച്ചിരിക്കുന്ന ടോയ്സാണ്. അപ്പോൾ നല്ല ടോയ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര വലുതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിൽ ടോയ്സിനൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അവൾക്കൊരു ടോയ് വാങ്ങിച്ചു, എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ആ ബോക്സാണ് ഞാൻ എടുത്തത്. കണ്ടോ, ഞാൻ ബോക്സൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ അവളെ കാണിക്കുമ്പോൾ അത് മതി അമ്മ, അത് മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ടെഡി ഇരിക്കുന്നു കേട്ടോ, ഭയങ്കര വലുതായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചതേപോലെ അവിടെ വെച്ചിട്ടുണ്ടേ. അങ്ങനെ പിന്നെ മിക്സി, സ്റ്റൗവ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ ഉണ്ട്. ഡ്രസ്സ് ഇതുപോലെ തന്നെ എനിക്ക് കുഴപ്പമില്ല, എന്നാലും വലിയധികം ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. അപ്പം കളക്ഷൻ കാണുമായിരിക്കും. ഞങ്ങൾ പിന്നെ അതങ്ങനെ കൂടുതൽ നോക്കിയില്ല, കാരണം ഡ്രസ്സ് എടുക്കാനല്ലല്ലോ നമ്മൾ വന്നതേ, അതുകൊണ്ട് അത് നോക്കിയില്ല. ഇവൾ ടോയുടെ സെക്ഷനിൽ നിന്ന് മാറുന്നേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു ഡോക്ടർ സെറ്റ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പിന്നെ കാണിക്കാം കേട്ടോ. ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ ഒരു വീഡിയോ പിന്നെ ഇടാം. ഇപ്പോൾ എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ അത് ഇടാം കേട്ടോ. അധികമൊന്നുമില്ല, കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏട്ടനെ ബില്ല് ചെയ്യാനായിട്ട് നിൽപ്പുണ്ടേ. ബില്ലടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കഴിക്കാനാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോയി. അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടേ, അതായത് ഇപ്പോൾ ഗ്യാസ് കണക്ഷനൊക്കെ എല്ലാവർക്കും ഗ്യാസൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും കടകളൊക്കെ നേരത്തെ അടയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കടയിൽ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞാൽ പോയത്. മോളും ബിരിയാണി വേണമെന്ന് പറഞ്ഞൊക്കെ ആയിരുന്നു. അതെ, പക്ഷേ ഓർഡർ എടുക്കാൻ വന്ന ആൾ പറഞ്ഞു ബിരിയാണിയൊന്നും ഇല്ല, പൊറോട്ടയും കൊത്തു പൊറോട്ടയും പിന്നെ വേറെന്തോ ഒരു സംഭവം കൂടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊത്തു പൊറോട്ട വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. വന്നില്ല, ഇതുവരെ ഓർഡർ കൊടുത്തിട്ട് വന്നില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ, നല്ലൊരു പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക സംഭവം വന്നു കേട്ടോ. ഫുഡ് വന്നു, കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുഴപ്പമില്ല, സോസ് കൂട്ടിയായിരുന്നു കഴിക്കാനുണ്ടായിരുന്നേ. അപ്പം വലിയ കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ. വീട്ടിൽ വന്ന് ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടേ. എന്നിട്ട് മോള് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അത് കളിക്കാനായിട്ട്. ഡോക്ടർ സെറ്റ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഡോക്ടറും പേഷ്യൻറ്റ് കളിക്കാറുണ്ട്, ഞാനും മോളും ഏട്ടനൊക്കെ ആയിട്ട് മാറി ഞങ്ങൾ കളിക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം തൊട്ടേ ഞാൻ ആഗ്രഹിച്ചതാണ്, അവൾക്കും ഇഷ്ടമാണ്. അപ്പം ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് അതും വാങ്ങിച്ചു. വീട്ടിൽ വന്ന് അതൊക്കെ അൺബോക്സ് ചെയ്ത് കളിയും കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്.